വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ എനിക്കൊരു S25 അൾട്ര കിട്ടിയിരിക്കുകയാണ് ഗൈസ്. പ്രീ ഓർഡർ ചെയ്തിട്ട് കിട്ടിയതാണ് ഗൈസ്. കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടി പ്രീ ഓർഡർ ചെയ്തപ്പം. ഞാൻ സത്യം പറഞ്ഞ സാംസങ് ഫാനൊന്നുമല്ല. ഞാൻ എൻ്റെ ലൈഫിൽ സാംസങ് ഫോൺ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ സാംസങ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആക്ച്വലി ഐഫോൺ മേടിക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ എനിക്ക് അതിൽ ഫീച്ചേഴ്സൊക്കെ യൂസ് ചെയ്ത് അത്ര പരിചയമില്ല. ആൻഡ്രോയിഡ് ഇത്ര നാളും യൂസ് ചെയ്ത് ആൻഡ്രോയിഡ് ഫാനാണ് ഞാൻ. സോ അതുകൊണ്ട് മാത്രം ഞാൻ S25 അൾട്ര ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ കുറേ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അൺബോക്സ് ചെയ്തിട്ട് ഞാൻ തന്നെ കുറച്ച് ക്യാമറ റിവ്യൂസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ജെയ്ഡ് ഗ്രീൻ ആണ് ഓർഡർ ചെയ്തത്. എക്സ്ക്ലൂസീവ് സാംസങ് സ്റ്റോറിലെ എക്സ്ക്ലൂസീവ് കളറാണ് ജെയ്ഡ് ഗ്രീൻ. ജെയ്ഡ് ബ്ലാക്ക്, ജെയ്ഡ് ഗ്രീൻ, പിന്നെ എന്തോ ഒരു പിങ്ക് ഗോൾഡും കൂടി ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടല്ലോ, അടിപൊളി കളറല്ലേ, സൂപ്പറല്ലേ, വെറൈറ്റി. അപ്പോൾ ചേട്ടൻ പറയുമായിരുന്നു ബ്ലാക്ക് എടുക്കൂ. ഞാൻ പറഞ്ഞു എനിക്ക് ബ്ലാക്ക് വേണ്ട, ഞാൻ എപ്പോഴും ബ്ലാക്കിലോട്ടേ പോകും. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം മാറ്റി പിടിച്ചതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി ഞാൻ പുറത്ത് പോയി കുറച്ച് അതിൻ്റെ ക്യാമറ എങ്ങനെയാണ്, ഫ്രണ്ടും ബാക്കും, പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ നേരെ ദുബായിലോട്ട് പോവുകയാണ്. ഓക്കേ, അപ്പം ഞാൻ ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സ് കാണിച്ചു തരാം. ഇപ്പം ഞാൻ വീഡിയോ സെൽഫിയിലാണ് എടുത്തിരിക്കുന്നത്. 4K 30 FPS ഫ്രെയിമിലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് നോക്കി. വൈഡ് ആംഗിൾ ഒന്നുമില്ല ഫ്രണ്ടിൽ, നോർമൽ ക്യാമറ തന്നെയാണ്. വൈഡ് ആംഗിൾ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അടിപൊളിയല്ലേ. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് 60 FPS-ലാണ്. എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? ഫ്രണ്ട് ക്യാമറ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ, സൂപ്പറാണ്. ഞാൻ ഇപ്പം നടന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. 4K 60 ഫ്രെയിമിൽ നടന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഒരു ഗിംബലും ഇല്ല, കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ക്ലാരിറ്റി, ഞാൻ മൊബൈൽ എടുക്കുന്നതുകൊണ്ട് എനിക്ക് അറിയാൻ വയ്യ, ലൈവായിട്ട് എടുത്തോണ്ടിരിക്കില്ലേ. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് നിങ്ങളെ കമൻറ്റ് ചെയ്യാം. നേരം ഞാൻ HDR ഓൺ ചെയ്തിട്ടാണ് 4K വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അത് ഓഫ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു. HDR ഓഫ് ചെയ്ത് 4K 60 ഫ്രെയിമിലാണ് എടുത്തോണ്ടിരിക്കുന്നത്. നല്ല സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിലും ക്ലാരിറ്റി ഉണ്ട്. ആ കളറൊക്കെ കണ്ടോ ബാക്കിൽ. അപ്പോൾ ഇനി കുറച്ച് ഫോട്ടോസ് എടുത്ത് സെൽഫിയിൽ എങ്ങനെ ഇരിക്കും എന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറയിൽ ഇതിൻ്റെ സൂമിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ മാറ്റുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ 4K 30 ഫ്രെയിമിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോർമൽ ആംഗിളിലാണ്, വൈഡ് ആംഗിളൊന്നുമല്ല. കണ്ടോ,
ഇനി നമുക്കിതൊന്ന് സൂം ചെയ്ത് നോക്കാം എത്ര ഇത് വരുമെന്ന്. 1.5, 1.7x, 2, 3.3x, 5 കണ്ടോ. മാക്സിമം 20x വരെ പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്മൂത്ത്നെസ് ഉണ്ട് കേട്ടോ. സൂമിങ് ചെയ്യുമ്പോൾ ആ സ്മൂത്ത്നെസ് നമുക്കറിയാൻ പറ്റുന്നു. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് 4K 60 ഫ്രെയിമിലാണ്. നല്ല സ്മൂത്ത്നെസ് ഉണ്ട് കേട്ടോ വീഡിയോയ്ക്ക്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആഹാ, ഞാനൊന്ന് നടന്ന് കാണിച്ചു തരാം 4K 60. ഓക്കെ, ഞാനിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഷേക്കും ഇല്ല കേട്ടോ. നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് ഫോണിന്. സൂപ്പർ കിടിലൻ സ്റ്റെബിലിറ്റിയാണ് ഫോണിന്. ഞാൻ നല്ല സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. FPS നമ്മൾ വൈഡ് ആംഗിൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് 4K 60 വൈഡ് ആംഗിൾ. വാവ്, പൊളിച്ച്, സൂപ്പർ. നടന്ന് നോക്കാം നമുക്ക്. വാവ്, വൈഡ് ആംഗിള് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇനിയൊന്ന് നമുക്ക് സൂം ചെയ്ത് 1x ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 1x ആംഗിൾ. ഇനി നമുക്കത് 2x ആക്കാം. 2x കണ്ടോ, 3x, 5x, 10x, 20x വരെ ഇതും പോകും 4K 60. HDR ഓൺ ആക്കിയിട്ട് ചെയ്ത് നോക്കിയാലോ 4K 60. ഇത് വൈഡ് ആംഗിളാണ് കേട്ടോ. 1x നോർമലാക്കി 60. HDR ഓണാണത്. ഞാനിതിപ്പോൾ ഷെയ്ക്കാക്കി കാണിച്ചു. ഷെയ്ക്കാകുമ്പം കണ്ടോ, നമുക്ക് വേണ്ടി ഒരാളിവിടെ പോസ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നുണ്ട് വീഡിയോയ്ക്ക് വേണ്ടി. അയ്യോ, എക്സ്ക്യൂസ് മീ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. 4K ടെലി വീഡിയോ എടുത്തോണ്ടിരിക്കുക. എങ്ങനെയുണ്ട് കണ്ടോ. ടെലി പ്രോ മോഡിലിട്ടിട്ട് 4K എടുത്തോണ്ടിരിക്കുകയാണ്. വാവ്, ഇത് നോർമൽ ടെലി ഫോട്ടോ പ്രോ വീഡിയോയിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈഡ് ആംഗിൾ എടുക്കുമ്പോൾ എങ്ങനെയിരിക്കും? സെയിം തന്നെ നമ്മൾ പ്രോയിൽ വൈഡ് ആംഗിൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അൾട്രാ വൈഡാണ് സെയിം സാധനം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയ ഒരു ഫ്ലൈറ്റ് പോകുന്ന കാണാൻ ഗൈസ്. ദേ പോകുന്നു. ഞാൻ സൂം ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ കെ 60 ഫ്രെയിമിലെടുത്ത ലോഗ് വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പം ഞാൻ ഇത് ഇൻബിൽട്ടായിട്ട് തന്നെ കളർ കറക്റ്റ് ചെയ്തിട്ട് ആഫ്റ്റർ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. സൗണ്ട് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടികൾ പോകുന്നതും അങ്ങനെ ഭയങ്കര സൗണ്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ എൻ്റെ ഈ വോയിസ് എങ്ങനെയായിരിക്കും ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എൻ്റെ വോയിസ് ക്ലിയർ ആകുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ സെയിം വീഡിയോ തന്നെ ഞാൻ ഇറേസ് ചെയ്തിട്ട് കാണിച്ചു. നല്ല സൗണ്ട് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ വണ്ടികൾ പോകുന്നതും അങ്ങനെ ഭയങ്കര സൗണ്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ എൻ്റെ ഈ വോയിസ് എങ്ങനെയായിരിക്കും ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എൻ്റെ വോയിസ് ക്ലിയർ ആകുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഈ സെയിം വീഡിയോ തന്നെ ഞാൻ ഇറേസ് ചെയ്തിട്ട് കാണിച്ചു. അങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. എന്തായാലും ക്യാമറയൊക്കെ ഒരു രക്ഷയില്ല, കിടിലൻ ക്യാമറയാണ്. വ്ളോഗിങ് ഒക്കെ എടുക്കാൻ പറ്റിയ ക്യാമറയാണ്. കണ്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ, 60ലും 30 ഫ്രെയിംസിലും. പിന്നെ എന്താ വൈഡ് ആംഗിളൊക്കെ കിടിലം. വൈഡ് ആംഗിളൊക്കെ 50 മെഗാ പിക്സൽ ക്യാമറയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഫോട്ടോ നമ്മൾ പ്രോയിൽ എടുത്തത് ടെലിഫോട്ടോ, സൂപ്പർ ടെലിഫോട്ടോ. ഇതൊക്കെ എന്താ ക്ലാരിറ്റി, അത് സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ടും ബാക്ക് ക്യാമറയും സ്വിച്ച് ചെയ്യാം. ടെലിഫോട്ടോയും സൂപ്പർ ടെലിഫോട്ടോയും നമുക്ക് പ്രോ വീഡിയോ എടുക്കാം, പ്രോ ഫോട്ടോസും എടുക്കാം. നിങ്ങൾ കണ്ടല്ലോ, അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ടെലിഫോട്ടോ വീഡിയോ ഉണ്ട്, ടെലിഫോട്ടോയുടെ ഫോട്ടോസ്, വീഡിയോയും ഫോട്ടോസും ഞാൻ എടുത്തിട്ടുണ്ട്. അത് ലോക്ക് പാറ്റേൺ എനിക്ക് തോന്നിയത്, ഞാൻ സ്ക്രീൻ ഗാർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. സ്ക്രീൻ ഗാർഡ് ഇട്ടപ്പം എനിക്ക് ആ ടച്ച് അത്ര അങ്ങോട്ട്, കുറച്ചൊന്ന് പ്രസ് ചെയ്താൽ മാത്രമേ അത് അൺലോക്ക് ആവുള്ളൂ. പിന്നെ ഫേസ് ലോക്ക് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. എന്തിങ്ങനെ എടുത്തെന്ന് കാണിച്ചാൽ അപ്പം തുറക്കും ഫേസ് ലോക്ക്. അപ്പോൾ എനിക്ക് പുറത്ത് പോയപ്പോൾ, ഞാനിപ്പോൾ പുറത്ത് പോയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഓപ്പൺ ആവും ഫേസ് ലോക്ക്. അത് സൂപ്പറാണ്. എനിക്ക് തോന്നുന്നത് തമ്പിനെക്കാട്ടും ഒക്കെ അടിപൊളി ഫേസ് ലോക്കാണ്. അപ്പോൾ എല്ലാവരും ഫേസ് ലോക്ക് ഇട്ടിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഇതിനകത്തുള്ളത് AI ഫീച്ചേഴ്സാണ്. AI ഫീച്ചേഴ്സ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്തവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. മീൻസ് നമുക്ക് എന്തെങ്കിലും ക്യാപ്ഷൻ എഴുതണം, ജസ്റ്റ് കീബോർഡ് എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് മുകളിൽ AI ഫീച്ചർ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ആ ക്യാപ്ഷൻ കൊടുക്കേണ്ടത്, അത് ജസ്റ്റ് 2-3 കീവേഡ് കൊടുത്താൽ തന്നെ അത് നമുക്ക് #ടാഗ് ഉൾപ്പെടെ നമുക്ക് തരും. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ്. പിന്നെ വേറെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, യൂട്യൂബുകാർ ഓരോരുത്തർ റിവ്യൂ ഇടുന്നത് AI ഫീച്ചേഴ്സ്. അതൊക്കെ തന്നെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് പെർഫെക്റ്റ് ആണ് ഈ ഫോൺ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ വീഡിയോ എടുക്കുമ്പോഴും റീൽ എടുക്കാനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫോൺ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും പിന്നെ അങ്ങോട്ട് അടിപൊളി വീഡിയോസും വ്ളോഗ്സും റീൽസും ഒക്കെ എടുക്കാം, ധൈര്യപൂർവ്വം എടുക്കാം. അപ്പം എൻ്റെ ഒരു റിവ്യൂ ഇതാണ്, അടിപൊളിയാണ്. അപ്പം വാങ്ങിക്കാത്തവർ സാംസങ് 24-23 ഒക്കെ ഏകദേശം ഇതുപോലെയാണ്. അപ്പം അങ്ങനെയുള്ളൊരു മാറ്റമൊന്നും എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ഫോൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു എന്നേ ഉള്ളൂ, X25 അൾട്ര. അപ്പോൾ അൾട്ര എന്ന് പറഞ്ഞൊരു അൾട്രയാണ്, പൊളി സാധനം. ഒരൊറ്റ പ്രശ്നമല്ല, അത് ഞാൻ യൂസ് ചെയ്ത് എൻ്റെ കൈ ഇങ്ങനെ കൈ വെച്ചോണ്ട് നടക്കണ കാര്യമുണ്ടല്ലോ, അത് ഇച്ചിരി പാടാണ്. മെനക്കെട്ടാലേ പറ്റൂ, അല്ലെങ്കിൽ വല്ല ബാഗിലിട്ടോണ്ട് നടക്കണം. കയ്യിൽ വെച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറേ നേരം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും, അത്രേ ഉള്ളൂ. അതിലൊരു ആ ഒരു സ്ക്രീൻ സൈസ് അമ്മാതിരി വലിയ സ്ക്രീൻ സൈസാണ് ഒരു രക്ഷയിൽ. പിന്നെ വീഡിയോ ക്വാളിറ്റി, പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അത് കിടിലോ. യൂട്യൂബ് വീഡിയോസ് 4Kയിലായാലും നെറ്റ്ഫ്ലിക്സ് ഇതൊക്കെ ഇതിനകത്ത് കാണുമ്പോൾ നമുക്ക് സൗണ്ടൊക്കെ അടിപൊളി സൗണ്ട്. എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട സൗണ്ട് ഓഡിയോ ഒരു രക്ഷയില്ല. അപ്പോൾ എൻ്റെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്, കമൻറ്റ്, ലൈക്ക് അടിക്കാൻ മറക്കരുത്. കാരണം ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് യൂട്യൂബ് എൻ്റെ വീഡിയോ പ്രൊമോട്ട് ചെയ്യുള്ളൂ. സോ പ്ലീസ് ലൈക്ക് ദ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. 25 വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ വേഗം പോയി വാങ്ങിച്ചോളൂ. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ഫ്രം പ്രിയ. ടാറ്റാ.